പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കോട്ടപ്പുറം രൂപതയിലെ ചെട്ടിക്കാട്ട് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഊട്ടുസദ്യയോടെ നടന്നു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുസദ്യ ആശീർവദിക്കുകയും ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനാവുകയും ചെയ്തു. വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, വാത്സല്യമുള്ള മക്കളെ, നിങ്ങൾക്ക് എല്ലാവരും ഈ തിരുനാളിൽ എല്ലാവരും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മെ സംബന്ധിച്ച് ഒരു വർഷം നന്ദി പറയുവാനുള്ള ഒരു വർഷമാണ്. ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞ ഒരു വർഷക്കാലം വിശുദ്ധ അന്തോണീസിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയാണ്. 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർത്തെടുക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറയുമ്പോൾ, ഞാനിവിടെ 1.5 വർഷക്കാലം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വിശുദ്ധ അന്തോണീസിന്റെ സൗകര്യത്തിൽ നിന്നും നന്ദി അർപ്പിക്കുവാനായിട്ട് വന്നിരുന്നതിൽ ഭൂരിഭാഗം പേരും പറഞ്ഞ ഒരു കാര്യമാണ്, വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ ശക്തി അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. ഫാദർ നെൽസൺ ജോബ് വചനപ്രഘോഷണം നടത്തി. വൈകിട്ട് 8:30 വരെ ദിവ്യബലിയും നൊവേനയും നേർച്ച ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് പള്ളിയിൽ നിന്നും അറിയിച്ചു. സെന്റ് ആന്റണി തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ റവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു. നമ്മുടെ സഹോദരി സഹോദരന്മാരെ, അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ദിനം നേരുന്നു. രാവിലെ കൃത്യം 10 മണിക്ക് മുൻപായിട്ട് തന്നെ അംബ്രോസ് പിതാവ് ഇവിടെ എത്തിച്ചേർന്നു. തുടർന്ന് നേർച്ച സദ്യ ആശീർവദിച്ചു. അപ്പോൾ തുടങ്ങിയ നേർച്ച സദ്യ വിതരണം ഇപ്പോൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ മണിക്കൂറുകളിൽ തുടർച്ചയായിട്ടുള്ള ഒരു ജനപ്രവാഹം തന്നെ ഇവിടേക്ക് ഉണ്ട്. ഞങ്ങളെല്ലാവരും വന്നിട്ട് സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുനേർച്ച ഭക്ഷിച്ച് തൃപ്തരായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ അന്വേഷിച്ചു. പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു ഓർഡറും അച്ചടക്കവും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലവും പള്ളി കോമ്പൗണ്ട് മുഴുവൻ CCTVയുടെ നിരീക്ഷണത്തിലാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. കൂടുതലായിട്ട് ജനങ്ങൾ വന്നുകൊണ്ട്. ഫാദർ ആന്റൺ എലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി. മെയ് 21 ചൊവ്വാഴ്ചയാണ് 8ാം ഇടം. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.